ആയുധ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ടി മാത്രം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് 9.10 കോടി രൂപ സമാഹരിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി NIA. യോഗങ്ങളുടെ മറവിൽ വെട്ടുകത്തിയും വാളും ഉപയോഗിക്കുന്നതിൽ പരിശീലനം നൽകി. ബംഗളൂരു, തെലങ്കാന എന്നിവിടങ്ങളിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിയത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണെന്നും NIA ബംഗളൂരു പ്രത്യേക കോടതിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, NIA കണ്ടെത്തലുകൾ ഈ PFI-യുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ അറിയിച്ചത്? ലക്ഷ്മി, പോപ്പുലർ ഫ്രണ്ട് കർണാടക സംസ്ഥാന പ്രസിഡന്റ് നസീർ പാഷ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഈ ഭീകര സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന ക്യാമ്പുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം NIA കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം വ്യക്തമാക്കിയിട്ടുള്ളത് ആയുധ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ടി മാത്രം പോപ്പുലർ ഫ്രണ്ട് 9.10 കോടി രൂപ അനധികൃതമായി സമാഹരിച്ചതിന്റെ രേഖകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വിനിമയം നടത്തിയതിന്റെ രേഖകൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റ് ഈ കേസിൽ ഉണ്ടാകും എന്നുള്ളതാണ് NIA കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. യുവാക്കൾക്ക് ബംഗളൂരു, തെലങ്കാന എന്നിവിടങ്ങളിൽ ആയുധ പരിശീലനം നൽകിയത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് എന്ന ഗുരുതരമായ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ബംഗളൂരു NIA പ്രത്യേക കോടതിയിൽ നൽകി. ഇത്തരത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നു. ആ യോഗങ്ങളുടെ മറവിലെല്ലാം തന്നെ വെട്ടുകത്തിയും വാളും ഉപയോഗിക്കുന്നതിന് യുവാക്കൾക്ക് പരിശീലനം നൽകുകയും പ്രത്യേക ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ PFI നേതാക്കളോ അല്ലെങ്കിൽ അംഗങ്ങളോ ആക്രമിക്കപ്പെട്ടാൽ ഹിന്ദു നേതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് വേണം തിരിച്ചടിക്കാൻ എന്ന ആഹ്വാനം ഈ ക്യാമ്പുകളിൽ നൽകുകയും ഒപ്പം 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കണം. അത്തരം ആശയ പ്രചാരണമുള്ള ക്യാമ്പുകളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ഹിന്ദു നേതാക്കളെ, RSS നേതാക്കളെ നിരീക്ഷിക്കുന്നതിനും അവരെ ആക്രമിക്കുന്നതിനുമായി പ്രത്യേക ഗ്രൂപ്പുകളെ PFI സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ NIA ബംഗളൂരു കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട്. ജിഷ്ണു പറഞ്ഞതുപോലെയാണ്, യുവാക്കളെ ഇത്തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്, ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ നിരോധിത സംഘടനയായി സർക്കാർ പ്രഖ്യാപിച്ചതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭീകര പ്രവർത്തനമൊക്കെ നടത്തുന്നതിന് വേണ്ടി യുവാക്കളെ ആകർഷിച്ചിരുന്നത് എന്നുള്ളത് കൂടിയാണ്. ലക്ഷ്മി, തീർച്ചയായും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയ പ്രചാരണ ക്യാമ്പുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ RSSനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെയും ഭാരതത്തിനെതിരെയുമുള്ള ആശയ പ്രചാരണം, ഭാരതത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ആശയ പ്രചാരണ ക്യാമ്പുകളും അതിന് സഹായിക്കുന്ന സാമ്പത്തിക സമാഹരണം, ആയുധ പരിശീലനം എന്നിവയായിരുന്നു PFI ഇതുവരെ നടത്തിയിരുന്നത്. അത് വളരെ വ്യക്തമായി വിവിധ റിപ്പോർട്ടുകൾ നേരത്തെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ റിമാൻഡ് റിപ്പോർട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിവിധ കുറ്റപത്രങ്ങളാണെങ്കിലും പരിശോധിക്കുമ്പോഴെല്ലാം തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി അന്വേഷണ സംഘം കോടതികൾക്ക് മുൻപിലേക്ക്, രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ള കാര്യമാണ്. അതിലും ഏറ്റവും ഭീകരമായ കാര്യം, ഭീകര സംഘടന എന്ന് ആവർത്തിച്ച് വിളിക്കുമ്പോൾ വെട്ടുകത്തിയും അല്ലെങ്കിൽ വാളും ഉൾപ്പെടെ പരിശീലിപ്പിക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള യോഗങ്ങളുടെ മറവിൽ ആയുധ പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്നു. അതിന് വൻതോതിൽ സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്നു. ഇതിന്റെ കൂടുതൽ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകളുമാണ് NIA കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.